കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു റിസൾട്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു മാനസിക സംതൃപ്തി ഉണ്ട്. വള്ളിയാവാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന ഇലകൾ കാണാൻ പറ്റും. അത്താഴം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണിമ്പി. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ നമ്മൾ തോട്ടത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഉപ്പത് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ കള വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് മോനും കൂടെ കൂടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നമ്മളെ തൈകളുണ്ടല്ലേ നല്ല ഉഷാറായി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കയറ്റി കൊടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. തൈകളൊന്നും കുഴപ്പമില്ല കേട്ടോ, എല്ലാം നല്ല റെഡിയായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ കള വന്നിക്കണം. നെൽകൃഷി ചെയ്തിരുന്ന പാടായിരുന്നു. അപ്പോൾ ഈ കൊയ്ത്ത് മെഷീനിട്ട് കൊയ്ത കാരണം നല്ല രീതിയിൽ നെല്ല് ഇവിടെയൊക്കെ വീണെടുക്കേണ്ടതുകൊണ്ട് നനവീട് എത്തുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ നെല്ല് മുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പാൻ്റെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് നമുക്ക് ഈ കൃഷിയിടത്തിൽ. നമുക്ക് 17-ാം തീയതി നമ്മൾ വിത്ത് പാകിയിരുന്നല്ല, ആ വിത്ത് എന്തായിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. നമ്മുടെ സാദാ വെറൈറ്റി അതുപോലെ തന്നെ ഇറാനി വെറൈറ്റി ഒക്കെയാണ് ഇവിടെ പാകിയിരുന്നത്. ഇവിടൊക്കെ 17-ാം തീയതി നമ്മൾ വിത്ത് പാകിയിട്ടുള്ളതാണ്. മുളച്ച് 2 ഇല പരുവത്തിലായിട്ടുണ്ട്. അതുപോലെ ഇവിടൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷമാമൊക്കെ നമ്മൾ നേരിട്ട് മണ്ണിലേക്കാണ്ട് വെക്കുക ചെയ്തത്. വെള്ളത്തിൽ നനച്ച് വെക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു അപ്ഡേഷൻ നോക്കി കഴിഞ്ഞാൽ ഇതിലൊന്നുമില്ല കേട്ടോ. ഇതിൽ 2 ഇല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതുപോലെ കാണാൻ പറ്റും 2 ഇല പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ കള ഉണ്ട്, അത് ഒഴിവാക്കണം. ഇവിടെ 2 ഇല പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് നേരിട്ട് കുത്തിയതും അൽഹംദുലില്ലാഹ് സ്റ്റാർട്ടിങ് സക്സസ് ആണ്. 2 നാടൻ പ്രാവുകൾ അപ്പോൾ ഇതുവരെ പ്രാവുകളോ മയിലോ പന്നിയോ നായ്ക്കളോ അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ള ശല്യം കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഇനിയിപ്പോൾ കാഴ്ചകളും പ്രാണികളൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തതാണ്. വിത്തിടൽ മൊത്തം പൂർണ്ണമായിട്ട് കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. മോട്ടർ നമ്മളിട്ടുണ്ട്, ഡ്രിപ്പ് വഴി നന പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലും ടെൻഷനില്ല. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഇരുന്നിട്ട് കള പറിക്കണം, വെയിലാണ് വരെ. കള പറിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന കണ്ടത്തു നിന്നാണ്. നമ്മൾ മോട്ടർ ഇട്ടതിന് ശേഷം ഇങ്ങോട്ടൊക്കെ വെള്ളത്തുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നതാണ്. ഷമാമിൻ്റെ വിത്തൊക്കെ ഇവിടെ നല്ല രീതിയിലൊക്കെ മുളച്ച് വരുന്നത് കാണുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മുള വെട്ടാത്ത സംഭവങ്ങളുണ്ട്. ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് മുളച്ചത് കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിലൊരു കാര്യം പെട്ടത്. ഇവിടെ ചില ഹോളുകളിലൊക്കെ ഉറുമ്പ് വന്നിക്കണോന്നൊരു ഡൗട്ടുണ്ട്. ഇതെന്തോ പ്രാണിയാന്ന് തോന്നുന്നുണ്ട്, ചത്തുക്കൾ എങ്ങനെയായാലും ഇല്ലേ. ഉറുമ്പ് വന്ന മാതിരി ഇതിൻ്റെ മേലെ ഇങ്ങനെ പൊടി, ആ ഉറുമ്പ് മണ്ണ് കൂട്ടുമല്ലോ എന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ട്. ഇതിലൊന്നും വിത്തും കാണുന്നില്ല. ഞാൻ 1-2 ടെസ്റ്റ് ചെയ്ത് നമ്മളിട്ട വിത്ത് കാണുന്നില്ല. ഇതിന് മുകളിലുണ്ടില്ലേ ഉറുമ്പ് വന്ന് പോയ മണ്ണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. നല്ല നൈസായിരിക്കും അല്ല, ഉറുമ്പ് മണ്ണ് കൂട്ടിയ പോലത്തെ അവസ്ഥ ഉണ്ട്. വിത്ത് കാണുന്നില്ല. ഇവിടെ ഒക്കെ അത് തന്നെ സ്ഥിതി. അല്ലെങ്കിൽ മുളച്ച് വരേണ്ട ടൈമായി. കാരണം ഇതിലൊക്കെ മുളച്ച് വിത്തിട്ട് അതേ സമയത്താണ് ഇവിടെ വിത്തിട്ടുള്ളത്. ഇതിൽ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കളൊന്നും ഇപ്പോൾ പറിക്കണില്ല കേട്ടോ. കുറച്ചും കൂടി വേര് പിടിച്ചതിന് ശേഷം പറിക്കുക, അല്ലെങ്കിൽ കൈ പോരും. ഇവിടെ മുള കൂട്ടിയിട്ടുണ്ട് കണ്ടില്ല, ഇതിനകത്ത് വിത്ത് കാണാനില്ല. ഇന്ന് 21-ാം തീയതിയാണ്. കഴിഞ്ഞ 17-ാം തീയതി വിത്തിട്ടതാണ്. ഇപ്പോൾ മുളച്ച് വന്നുകൊണ്ട് 2 ഇല പരുവത്തിലൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ മുളച്ച് വരാത്ത ഹോളുകളിലൊക്കെ ചീര ഇട്ടാലോ എന്നുള്ള പ്ലാൻ ഉണ്ട്. എങ്ങനെയാലും നോക്കട്ടെ, 2 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം. കാരണം ചീര ഇടുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ വള്ളി ആവുന്നതിന് മുമ്പ് നമുക്ക് പൊട്ടിക്കാൻ പറ്റണം. വള്ളി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ചീര ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ തണ്ണിമത്തൻ്റെ ആണെന്നുണ്ടെങ്കിലും ഷമാമിൻ്റെ ആണെങ്കിലും വള്ളി കയറിയിട്ട് ചീരയിൽ പിടിച്ച് കഴിഞ്ഞാലും നമുക്കത് ചീര പൊട്ടിക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സമയം ഇപ്പോൾ ഉച്ചക്ക് 12:30 മണിയാണ്. വെയിലൊന്നുമില്ല,
മഴ പെയ്യോ, നല്ല മഴക്കാറ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ താഴെ നമ്മുടെ തണ്ണിമത്തൻ കൃഷിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ട് മണ്ണൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട് തൈകളൊക്കെ വള്ളി വീശാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. എന്നാൽ ചില തൈകളൊക്കെ റെഡി ആയിട്ട് കയറി വരുന്നുള്ളൂ. ഈ സമയത്ത് മഴ പെയ്ത വലിയ പ്രശ്നം ഉണ്ടാവില്ലേക്കാരം. ചിലപ്പോൾ ഇത്തരത്തിൽ ഈ സെൻറ്റർ ഭാഗത്തൊക്കെ കള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ കൂടി വരുകയായിരിക്കും. കായും പൂവൊക്കെ ആവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുക. നെൽകൃഷി ചെയ്യുന്ന പാടായിരുന്നു. അപ്പം നെല്ല് കൊയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കൃഷി ഇറക്കിയത്. അപ്പോൾ ഇത്തിരി ലേറ്റായി നമ്മൾ തുടങ്ങാൻ. ഇന്ന് 3ാമത്തെ നോമ്പാണ്. ഈ സമയത്തൊക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലോക്കലി നമുക്ക് നല്ല രീതിയിൽ തന്നെ വിപണനത്തിന് സാധ്യതയുള്ള ടൈമായിരുന്നു. എങ്കിലും ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ ഹാർവെസ്റ്റിംഗ് ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്തൊക്കെ നല്ല വേനൽ ചൂടുള്ള സമയമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും മഴ പെയ്തുകൂടായില്ല. ടോട്ടലി നമ്മുടെ കൃഷിയിടത്തിൽ നിൽക്കുന്ന സമയത്ത് ഫുൾ ഹാപ്പി. ബാക്കി കാഴ്ചകൾ നാളെ.